ഉയർപ്പ് അഞ്ചാം ഞായർ. ലൂക്ക 10:1-12 വരെയുള്ള വാക്യങ്ങൾ. പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തനിക്ക് മുന്നോടിയായി 2 പേരെ വീതം ഈശോ അയക്കുന്നു. ആകെ 72 പേരെ, അതായത് 36 ഗ്രൂപ്പുകളായി 72 പേരെ. 12-ൽ നിന്നും 6 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. ഇത്ര പെട്ടെന്ന് ശിഷ്യഗണം അത്ര വളർന്നു. കർത്താവ് തന്നെ അനുഗമിക്കുന്നവരിൽ അത്ര ആകർഷണവും സ്വാധീനവും ഉണർത്തിയോ? അവരെ അങ്ങനെ അയക്കുവാൻ തക്കവണ്ണം കോൺഫിഡൻഷ്യാലിറ്റി അവിടുന്ന് സൃഷ്ടിച്ചെടുത്തോ? എന്തും ചെയ്യാൻ തയ്യാറായ ഒരു ഗ്രൂപ്പ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് അവരെ അവിടുന്ന് അയക്കുന്നത്. എതിർപ്പും പീഡനവും ഉണ്ടാകാം. എല്ലായിടത്തും സ്വീകാര്യത ഉണ്ടായിരിക്കുകയില്ല. സമാധാനാശംസ പോലും സ്വീകരിക്കാത്തവർ അവരുടെ ഇടയിലുണ്ടായിരിക്കാം. എങ്കിലും അവർ നിരാശരാകരുത്. നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരിക്കണം. ഇതാണ് വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദി ഓപ്പർച്യൂണിറ്റീസ് ആർ മച്വർ ആൻഡ് അവൈലബിൾ. പാകമായ അവസരങ്ങൾ. കേൾവിക്കാരിൽ സ്വീകാര്യത സൃഷ്ടിച്ചാൽ മതി. ദെയർ വേർഡ്സ് ആൻഡ് ഡീലിങ്സ് ഷുഡ് ബി അപ്പീലിംഗ്. എങ്ങനെയാണ് ഈ അപ്പീൽ സൃഷ്ടിക്കുന്നത്? അവർ താമസിക്കേണ്ടത് ഭവനങ്ങളിലാണ്. ഒരിടത്ത് താമസിച്ച് സ്വയം പരിചയപ്പെടുത്താനും ജനങ്ങളെ മനസ്സിലാക്കുവാനും പരിശ്രമിക്കണം. ഒരു ഭവനത്തിലാണ് അവരുടെ പെരുമാറ്റം ആകർഷകമാകുന്നത്. സമാധാനം ഒരു ആശംസ മാത്രം ആയിരിക്കരുത്. സമാധാനം സൃഷ്ടിക്കുവാനുള്ള പരിശ്രമവും ഉണ്ടാകണം. സമാധാനം ഒരു സമ്മാനമല്ല, അത് സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. ആ പ്രോസസ്സിൽ ശിഷ്യന്മാരും പങ്കുചേരണം. റെക്കൺസിലിയേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമാധാനത്തിൻ്റെ പുത്രനെയാണ് ഓരോ ഭവനത്തിലും തേടേണ്ടത്. നിബന്ധനകളൊന്നും വയ്ക്കരുത്. നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ഭക്ഷണം അധ്വാനത്തിനുള്ള പ്രതിഫലമാണ്. എന്ത് അധ്വാനമാണ് അവർ ചെയ്യുന്നത്? ശ്രമകരമാണ് കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും ദൈവരാജ്യമെന്ന ദർശനം ആഴമായി ബോധ്യമാക്കി തീർക്കുക എന്നത്. ആ ഉൾക്കാഴ്ച രക്ഷയിലേക്ക് നയിക്കുന്ന കാഴ്ചപ്പാടും നിബന്ധനയുമാണ്. അത് സ്വീകരിക്കാത്തവരുടെ അവസ്ഥ സോദോമിൻ്റെ അവസ്ഥ ആയിരിക്കും എന്നുവരെ കർത്താവ് ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം അറിയിക്കുവാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. കർത്താവ് 72 പേരെ അയക്കുന്നത് ദൈവരാജ്യം പ്രഘോഷിക്കുവാനാണ്. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്നത് സദ്വാർത്തയും പ്രഖ്യാപനവുമാണ്. അടിയന്തര സ്വഭാവമുള്ള ഒന്നാണത്. നാളേക്ക് മാറ്റിവയ്ക്കാവുന്ന ഒന്നല്ല ഈ പ്രഘോഷണം. വ്യക്തിപരമായ തലത്തിലും സാമൂഹിക കൂട്ടായ്മയിലും അത് സ്വീകരിക്കുവാനുള്ള സമയം ആസന്നമായി എന്നാണ് കർത്താവ് പറയുന്നത്. വിളഞ്ഞെടുക്കുന്ന പാകമായ വയൽ എന്ന ഉപമ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിന് ഉയർപ്പ് അഞ്ചാം ഞായറാഴ്ചയുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം അവിടുത്തെ ശിഷ്യഗണത്തിൻ്റെ ദൗത്യമായി ഇതിനെ കാണാൻ സാധിക്കുകയില്ലേ? അവിടുന്ന് പോകാനിരിക്കുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ശിഷ്യന്മാരെ മുൻകൂട്ടി അയക്കുകയാണ് എന്ന ആമുഖവാക്യത്തെ പുനർവ്യാഖ്യാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഉദ്ധിതനെ പ്രഘോഷിക്കുവാനാണ് ശിഷ്യന്മാർ പോകേണ്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനമെന്ന ആശംസ ഉയർത്തെഴുന്നേറ്റ ഈശോ തന്നെ നടത്തുന്ന ആശംസയാണ്. അതാണ് ശിഷ്യന്മാർ പ്രഖ്യാപിക്കേണ്ടത് എന്നാണ് കർത്താവ് നിഷ്കർഷിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തെ, അതുപോലെ എല്ലാ സുവിശേഷങ്ങളെയും ഉത്ഥാന രഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ഉയർപ്പിന് ശേഷം തൻ്റെ വിടപറയലിൻ്റെ സമയത്ത് കർത്താവ് അപ്പസ്തോലന്മാർക്ക് അന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൻ്റെ കാതലായ സദ്വാർത്ത. ദൈവരാജ്യം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം. ദൈവരാജ്യം ഒരാശയമോ ആദർശമോ മാത്രമല്ല, അതൊരു സാന്നിധ്യം കൂടിയാണ്. ഉത്ഥിതനായ ഈശോ എവിടെയും സന്നിഹിതനാവുന്നത് ദൈവരാജ്യത്തിൻ്റെ ദൃശ്യവും അദൃശ്യവുമായ സാന്നിധ്യത്തിലൂടെയാണ്. സമാധാനം എന്നത് ഒരാശംസ മാത്രമല്ല, സമാഗതമാകുന്ന ശാന്തിയുടെ അനുഭവമാണത്. ഓരോ ഭവനത്തിലെയും ഭക്ഷണമേശയ്ക്കടുത്ത് കർത്താവ് കൂടെയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് അവർ ഒരുക്കുന്ന ഭക്ഷണത്തിൽ പങ്കുചേരുമ്പോൾ കർത്താവിനെ തന്നെയാണ്
അവിടെ വിളമ്പുന്നവനായും മുറിക്കപ്പെടുന്ന അപ്പമായും കൂട്ടായ്മയിൽ എല്ലാവരും അനുഭവിക്കുന്നത് അത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവവും ആഘോഷവുമാണെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കുവാൻ സാധിക്കും. ദൈവരാജ്യ ദർശനം നിശ്ചലമായ സ്റ്റാറ്റിക് ആയ ഒന്നല്ല. അത് നിരന്തരം വളരുന്നതും വ്യാപിക്കുന്നതുമായ ഒരു അനുഭവമാണ്. ലോകത്തിൻ്റെ എല്ലാ ദിശകളിലേക്കും അത് വ്യാപിക്കും. ലോകാവസാനം വരെ അത് തുടരും. അതുവഴി എല്ലാവരും ഉത്ഥാന രഹസ്യത്തിൽ പങ്കുചേരും. എവിടെയും നടക്കുന്ന ഈ പ്രവർത്തനം കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ പ്രഘോഷണമായിരിക്കും. പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും അതുവഴി പ്രത്യക്ഷപ്പെടും. കർത്താവിൻ്റെ വാക്കുകൾക്ക്, സുവിശേഷത്തിലാകമാനം ചിതറിക്കിടക്കുന്ന അവിടുത്തെ വാക്കുകൾക്ക് ഇவ்விധമുള്ള ഒരു സാർവത്രിക പ്രസക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിന് ഒരു പുതിയ വായന, എ ന്യൂ റീഡിംഗ് ആവശ്യമായി വരുന്നു എന്ന ഉൾക്കാഴ്ചയോടെ ഇന്നത്തെ വിചിന്തനം ഞാൻ സമാഹരിക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ ഇന്നും നമ്മുടെ ചുമലിൽ കർത്താവ് വയ്ക്കുന്ന ദൗത്യത്തിന് ഇത്രയും ഭാരവും അടിയന്തര സ്വഭാവവുമുണ്ട്. നാളത്തേക്ക് മാറ്റിവയ്ക്കാവുന്ന ഒരു ദൗത്യമല്ല ഇത്. വിളഞ്ഞുകിടക്കുന്ന വയൽ കാണുവാനുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. അതിന് നമ്മൾ തല ഉയർത്തി വിശാലതയിലേക്ക് നോക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മതപ്രസംഗമല്ല, പ്രോസലറ്റൈസേഷൻ, ഹൃദയസ്പർശിയായ ഒരു സദ്വാർത്തയുടെ പ്രഭാഷണമായിരിക്കണം അത്. എൻ്റെ അനുഭവമാണ് ഞാൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടത്. അത് രക്ഷയുടെ വിളംബരമാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. മെയ് ദിനാശംസയും ഒപ്പം വയ്ക്കുകയാണ്. യുവത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസം, പൂക്കൾ വിരിയുന്ന മാസത്തിൻ്റെ തുടക്കം, പരിശുദ്ധ മാതാവിന് സമർപ്പിതമായ മാസത്തിൻ്റെ ആദ്യ ദിനം, അധ്വാനിക്കുന്നവരുടെ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിനെ വണങ്ങുന്ന ദിവസം, അധ്വാനിക്കുന്ന എല്ലാവരെയും, അധ്വാനത്തിലൂടെ ഈ ലോകത്തെ പടുത്തുയർത്തുന്ന എല്ലാവരെയും അനുസ്മരിക്കുവാനുള്ള ദിവസം. നമുക്ക് ഇന്ന് ഈ ദിവസം ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കമായി കൂടി ആഘോഷിക്കാം. ഏവർക്കും ഇന്നേ ദിവസത്തിൻ്റെയും അടുത്തു വരുന്ന ഞായറാഴ്ചയുടെയും അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയ്യിൽ, CST.